യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സത്തിനെ ആവശ്യമില്ലാതെ ഇതിലേക്ക് വലിച്ചിടരുത്. പിന്നെ വിനയന് വയ്യാത്തോണ്ട് മാത്രമാ ഇതിനിപ്പോ ഞാൻ മറുപടി പറയാത്തത്. ഞാൻ പറയും. നിന്റെ അനിയൻ എന്തിനാ ആവശ്യമില്ലാതെ എന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവൻ എന്തിനാ ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ കയറി വരുന്നത്? എന്തിനാ എന്റെ ഭാര്യക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നത്? എടാ, വേറൊരുത്തിന്റെ ഭാര്യയുടെ കാര്യം തിരക്കി നടക്കാൻ അവന് യാതൊരു ഉളുപ്പുമില്ല. വായടച്ചോ നീ. നിനക്ക് വയ്യാതെ കിടക്കാനുള്ളെന്ന് കരുതി എന്നെ കാണാൻ വന്നപ്പോ നീ എന്നോട് എന്റെ അനിയനെ തരം താഴ്ത്തി പറയുന്നോ? അതെടാ, ഞാൻ പറയും. ഇന്ന് എന്റെ ഈ അവസ്ഥക്ക് കാരണം അവൻ ഒറ്റ ഒരുത്തനാ. മിണ്ടരുത്. എന്റെ അനുജനെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്താ വിനയത്? നിർത്ത്. എന്തിനീ ആവശ്യമില്ലാത്ത സംസാരക്ക്? ഞാൻ പറയുന്നതാണോ തെറ്റ്? എന്റെ ജീവിതം തകർത്ത് എന്നെ ഈ അവസ്ഥയിലാക്കി കൊണ്ടുവരാൻ കാരണം ഇവന്റെ അനിയനാ. അവനെ പിന്നെ ഞാൻ എന്താ പൂവിട്ട് പൂജിക്കണോ? ഇനി നീ സത്തിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ തളർന്നു കിടക്കാണെന്നൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. അടിക്കടാ, നീ വന്ന് തന്നെ അടിക്ക്, അടിച്ച് കൊല്ല്. നിനക്ക് അടിക്കാൻ മാത്രമല്ലേ അറിയൂ? ഈ തളർന്നു കിടക്കുന്നുണ്ടല്ലോടാ നീ എന്നെ അടിക്കാൻ വരുന്നത്. നീ മാറിയാനു അവരടിക്കാൻ വന്നിരിക്കുന്നു. അടിക്കടാ നീ. എന്താ അടിക്കുന്നില്ല നീ? എന്താ ഇവിടെ ഇവനോട് ചോദിക്കും. അവന്റെ പുഴുത്ത നാവുകൊണ്ട് എന്റെ അനിയനെ വേണ്ടാത്ത പറയുവോ? വയ്യാതെ കിടക്കാണല്ലോന്ന് ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇവനെ ഇവിടെ വെച്ച് ഞാൻ കൊടുക്കും. എന്ത് ചെയ്യണോ നീ? എന്താണോ? എന്താ നിനക്ക് അറിയില്ലടി? നീ നിന്റെ മറ്റവനല്ലേ സത്യൻ? അവനും കൂടി നടത്തുന്ന നാടകത്തിന്റെ കാര്യമായി പറയുന്നത്. ഇവന്റെ നാവ് നിയന്ത്രിച്ചോ? ഇല്ലെങ്കിൽ നീ എന്നെ മൂക്കിക്കോ. ഒന്ന് നിർത്ത്. ആദ്യം ഇവനോട് മിണ്ടായിരിക്കാൻ പറ. ആ വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്ത് എന്നോട് മേലാൽ സംസാരിക്കാൻ വരരുതെന്ന് പറ. വിനേട്ടന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ക്ഷമിക്കണം, പ്ലീസ് നിർത്ത്. എടാ നന്ദികേട്ടോനെ, നിനക്ക് വയ്യാതായപ്പോ മുതല് എനിക്കും ഈ പെണ്ണിനും വേണ്ടി താങ്ങായി ഓരോ കാര്യത്തിനും ഓടി നടന്നവനാ ഇന്ദ്രൻ. ആ ഇന്ദ്രനോടാണോ നിന്റെ നന്ദികേട്? അതെ, അതാണല്ലോ ഇവനീ താങ്ങുന്നത്. ഇവന്റെ അനിയന്റെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. അനു, നീ വരുന്നുണ്ടോ? ഇനി ഇവിടെ വന്ന ഈ പ്രാന്തനെ ഞാൻ കൊല്ലും. ചേച്ചി, ശബരീട്ട, എന്താ ഇവിടെ ബഹളം? ഇതൊരു ഹോസ്പിറ്റലാ. ചുറ്റുമുള്ള മറ്റു പേഷ്യൻസിന് ശല്യമാകുന്ന രീതിയിൽ ഒരു ബഹളവും വേണ്ട. ഇയാളെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തോളൂ. ഫിസിയോതെറാപ്പിയും മറ്റും വീട്ടിൽ ചെന്നിട്ട് ചെയ്താൽ മതി. ശരി ഡോക്ടർ. കുഞ്ഞിനെടുക്ക്. എന്താ പറ്റി? എന്തിനാ കുഞ്ഞ് കരയുന്നേ? അതെന്നോടാണോ ചോദിക്കുന്നത്? ഇതാണോ നിങ്ങള് കുഞ്ഞിനെ ചേച്ചിമാര് നോക്കൂന്ന് പറഞ്ഞ്? എന്നിട്ട് എവിടെ അവര്? കണ്ടില്ലേ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്ക് കിടത്തിട്ട് പോയിരിക്കുന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ. അറിയില്ല, എനിക്കാകെ പേടിയാവുന്നു ശബരീട്ട. ഒന്നുമില്ലടാ. എന്താ? എന്തു പറ്റി? അത് ഞങ്ങളോടാണോ ചോദിക്കുന്നത്? കരയല്ലേടാ. കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാനും ദയം പോയത്. അത് ശബരി കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാ ഞാൻ അടുക്കളയിലോട്ടൊന്ന് കേറിയത്. അതെ ശബരി, കുറച്ചു മുമ്പ് ഞാൻ വന്ന് നോക്കിയത്. അപ്പൊ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. കരയില്ലേ ശബരീട്ട? കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. നമുക്കിവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇല്ലടാ, പേടിക്കാതെ, അവനൊന്നുമില്ല. നല്ല സുഖമായിട്ട് ഉറക്കമായിരുന്നു. ഇതെന്തോ കൊതുകും മറ്റോ കടിച്ചതായിരിക്കും. അതെ, കൊതുകല്ല പാമ്പ് കടിച്ചാലും നിങ്ങക്കൊന്നുമില്ലല്ലോ. എന്റെ അതല്ലേ ഇങ്ങനെ ഇട്ടിട്ട് പോയത്? അതെങ്ങനെയാ
ഇത് ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ? അപ്പൊ പിന്നെ അത്രയും സ്നേഹം പ്രതീക്ഷിച്ച മതിയല്ലോ. എന്തൊക്കെയാ ദേ നീ പറയുന്നത്? അതെ, ദേഷ്യം കൊണ്ട് വെറുതെ ഓരോന്ന് പറഞ്ഞാ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതെ മോളെ, കുഞ്ഞിനെ ഇങ്ങിത്താ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇനി എന്റെ കുഞ്ഞിനെ എടുക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നേരം ഇല്ലാത്ത സ്നേഹം കാണിക്കാൻ ഇനി ഇങ്ങോട്ട് വരണ്ട. കുഞ്ഞിനെ ഇങ്ങിത്താതെ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടോ. നിങ്ങളുടെ മലയാളത്തിലല്ലേ പറഞ്ഞേ? ഒന്ന് പോയി തരാവോ? ശബരിയേട്ടാ, നിനക്കിത് എന്തിന്റെ കേടാ വാസന്തി? നാണവും മാനവും നിനക്കില്ലേ? ഇവിടെ എത്ര നേരമായിട്ട് കുഞ്ഞിനെ തരാൻ പറ്റില്ലെന്ന് പറയുന്നു. പിന്നെ യാചിക്കുന്നത് എന്തിനാ? ഇനിയും നീ ഇവിടെ നിന്നാ അടിച്ച് നിന്റെ കരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. ധനേട്ടൻ എന്തിനാ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? കരയല്ലേ മാവേ? ഒന്നും ഉണ്ടായില്ല. നീ കണ്ണടച്ച് നടക്കല്ലേ ശബരി, അതുകൊണ്ടാ ഒന്നും കാണാത്ത. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞതേ എന്റെ ഭാര്യയാ, അതിനാരും പരാതി പറയാൻ വരണ്ട. നിങ്ങളുടെ ഭാര്യയാണെന്ന് കരുതി എന്തും ചെയ്യാവുന്നതാണോ? നീ വെറുതെ ആവശ്യമില്ലാതെ പറയണ്ട. അങ്ങാടി തോറ്റതിന് അമ്മയുടെ മേത്തല്ല കുതിര കയറണ്ടേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ശബരിയേട്ടന് മനസ്സിലായില്ലേ? ഞാൻ പറയാം. നിങ്ങൾ അവരോട് സംസാരിക്കാതെ നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കാൻ. വേണമെങ്കിൽ 2 പൊട്ടിയിരും കൊടുക്കണം. അതാണ് ഉദ്ദേശം. അതിനു വേണ്ടി ഈ നാടകം. സ്നേഹം നടിച്ചെന്ന് എല്ലാവരും അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നത് ഇവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താനല്ലേ? മതി ദേ, കൊറേ നേരം ആയല്ലോ. അതെ, നീ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്നത് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല. അതെ, എത്ര നേരമായിട്ട് ഞാൻ ഈ കുഞ്ഞിനെ ചോദിക്കുക. അത് കേൾക്കാത്ത മട്ടി കിടന്നങ്ങ് അലറുമല്ലേ? കുഞ്ഞ് കരയുന്നത് വിശന്നിട്ടായിക്കൂടെ? വന്ന് കയറിയ ഉടനെ അതിന് പാല് പോലും കൊടുക്കാതെ ഞങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാനല്ലേ നോക്കുന്നേ? അതെ, ആ കൊച്ചിന് പാല് കൊടുക്ക്. എന്നിട്ടേ ആശുപത്രിയിലോ എവിടെയാന്ന് വെച്ചാ കൊണ്ടുപോ. ദേക്കിപ്പോ ഞങ്ങളെല്ലാം നിന്റെ ദാസിമാരായിട്ട് നിക്കണം. അതാ വേണ്ടത്. ഇതേ ഈ വീട്ടിലെ കുഞ്ഞ, അതിനെ ദ്രോഹിക്കുന്നതൊന്നും ഞങ്ങൾ ആരും ചെയ്യില്ല. ഇത്രയൊക്കെ ആയിട്ടും അവരുടെ അഹങ്കാരം കണ്ടില്ലേ? എന്റെ ദേ, നീ കുഞ്ഞിന് പാല് കൊടുക്ക്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ചെല്ല്. കാരണം അന്നെല്ലാം ഇറക്കി വെച്ചില്ലേ മോളെ? എന്നാ വണ്ടി വിട്ടേക്കട്ടെ. ശരി അച്ഛാ. അല്ല പക്ഷേ സാരമില്ല, ഞാൻ കൊടുത്തോളാം. അച്ഛാ, മോളിലേക്ക് പോകുന്ന ബുദ്ധിമുട്ട് നമുക്ക് അമ്മയുടെ റൂം റെഡിയാക്കാം. അല്ല എന്താ വിനയ? ഇനി നിങ്ങളൊക്കെ തീരുമാനിക്കുന്ന പോലെയല്ലേ. ഞാൻ 8 നിലയിന്ന് വീണു. ഇനി 1 ചവിട്ടി കയറണം. കയറും വിനയ. ഈ ഒരു വാശി നല്ലതാ. മനസ്സ് തളർന്നാ പിന്നെ ശരീരം ഒന്നിനും വഴങ്ങാതെ വരും. മോളെ, നീ ആ റൂം റെഡിയാക്കുമ്പോഴേക്കും ഞാൻ ചായ ഇടാം. മാഷം കൂടെ ഉള്ളതല്ലേ? ശരി അച്ഛാ.